നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കഞ്ഞി ചൂടോടെ കുടിക്കാൻ പറയണം. ഇത് കുടിച്ചാ അക്കിമോന്റെ ക്ഷീണം എല്ലാം മാറും. ദേവകി, അവര് വന്നിട്ടുണ്ട്. അഖിലിന്റെ അമ്മയും ചേട്ടത്തിമാരും. അഖിലിന്റെ അടുത്തുണ്ട്. അവരെന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിങ്ങി പോന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, അഖിലിന്റെ ഇവിടുത്തെ പൊറുതി ഇന്നത്തോടെ തീർന്നു. പിന്നെ ശ്യാമേ, അവര് അഖിലിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ നീ തടയാനൊന്നും നിക്കല്ലേ. അവിടെ എങ്ങനെ കഴിഞ്ഞതാ അവൻ, ഇവിടെ കഷ്ടപ്പാടും ദുരിതവും. എന്റെ ഗതി ഇങ്ങനെയായി. അവനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. വെറുതെ ആ അമ്മയുടെ ശാപം വലിച്ചു വെക്കണ്ട. എന്ത് ചെയ്യണെന്ന് അവൾക്കറിയാം. നീ ഒന്ന് വായടച്ചു വെക്ക. അല്ലെങ്കിലും സത്യം പറയുമ്പോ ആർക്കും പിടിക്കില്ലല്ലോ. ജയന്തി, കുറച്ചു സമയത്തേക്കെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്ക. അവര് പോയി കഴിഞ്ഞ് നീ എന്ത് വേണേലും പറഞ്ഞു. കണ്ടോ പണവും മണവും ഉള്ള ബന്ധുക്കള് വന്നപ്പോ നമ്മളെ ആർക്കും വേണ്ടായേ. ഇവളോട് തർക്കിച്ചു നിന്ന് ശരിയാവില്ല. മോളുവാ, കഞ്ഞി തണുക്കും. കൊമ്പിലെ ബന്ധുക്കള് വന്നപ്പോ മൂന്നാളുടെയും ഗമ കണ്ടോ. ഈ ബ്രെഡ് കൂടി കഴിക്കും. ഒരെണ്ണം കൂടി കഴിക്കടാ. മതിയമ്മേ, മതി. ഒന്നുകൂടി കഴിക്കേ. മതി. ഇതെന്താ? കഞ്ഞിയും ചമ്മന്തിയും അഖിലിന് കുടിക്കാൻ കൊണ്ടുവന്നതാ. അമ്മേ, ഇത് കണ്ടോ, അഖിക്ക് കുടിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണെന്ന്. ഇതൊക്കെ കഴിച്ചാ ഇവനിങ്ങനെ സുഖമില്ലാണ്ടായേ. ഇതൊക്കെ കഴിക്കാനേ ഇവൻ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. ഈ നാട്ടിലൊക്കെ പണക്കാരായാലും പാവപ്പെട്ടവരായാലും പനി വന്ന കഞ്ഞിയാ കുടിക്കുന്നെ. അതിന്റെ ഐശ്വര്യം ഇവിടെ മൊത്തത്തിൽ കാണാനുണ്ട്. മതിയാക്കമ്മേ, വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഭാര്യ വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? അമ്മേ, നമ്മളിവിടെ വന്നത് അഖിയെ കാണാനല്ലേ. അതുകൊണ്ട് കണ്ടതും കേട്ടതും ഒന്നും പറയാൻ പാടില്ലെന്നുണ്ടോ? അത്രയ്ക്കങ്ങ് കുറ്റപ്പെടുത്താൻ ഞങ്ങള് കാര്യമായിട്ട് തന്നെ അഖിൽ മോനെ നോക്കുന്നേ. ദേവകി, സംസാരിച്ചത് മതി. വന്നേ. അല്ല, ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. നിർത്താനാ പറഞ്ഞേ. ഞാനൊന്നും പറയുന്നില്ല. കഞ്ഞി പാവങ്ങൾക്കുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.